പിന്നെ എല്ലാ പേപ്പേഴ്സും നോക്കി കഴിഞ്ഞിട്ട് ഡീല് നടക്കാതിരിക്കുക എന്ന സംഭവം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഹായ്, റിയൽ എസ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ സെലർ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം ആ പ്രോപ്പർട്ടിയുടെ ലീഗൽ ഒപ്പീനിയൻ എടുത്തു വെക്കാൻ ശ്രമിക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടോക്കൺ കൊടുത്തിട്ട് എന്തായാലും വാങ്ങിക്കുന്ന ആൾക്കാർ അതിൻ്റെ ലീഗൽ ഒപ്പീനിയനൊക്കെ എടുക്കാൻ അവർ നോക്കിയിട്ട് എടുക്കുള്ളൂ, അറിയാലോ. അപ്പോൾ അങ്ങനെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി വരണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.5 മാസം മുതൽ 2 മാസം വരെ എടുക്കാം. കാരണം അതിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ROR, എൻകംബറൻസ്, പിന്നെ ലീഗൽ ഹെയർഷിപ്പ് ആണെങ്കിൽ അങ്ങനെ A to Z ഡോക്യുമെൻ്റ് എടുക്കണമെങ്കിൽ ഇത്രയും സമയങ്ങളെടുക്കും. അപ്പോൾ പിന്നെ അവസാനത്തിലാവും ചിലപ്പോൾ മനസ്സിലാവുക എന്താണ് ഈ പ്രോപ്പർട്ടിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടപെട്ട മീഡിയേറ്റർ എന്ന നിലയിൽ നമ്മുടെ സമയവും എനർജി നഷ്ടപ്പെടും. പിന്നെ സെല്ലറുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കുന്ന ഒരു ഡീല് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവർക്കത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും നഷ്ടം, സമയനഷ്ടം അതൊക്കെ അവർക്കും സംഭവിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്കിൻ്റെ പേപ്പേഴ്സൊക്കെ നോക്കുന്ന ആളുകളുണ്ട്, വക്കീലന്മാരുണ്ട്. അപ്പോൾ അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ ഏതൊക്കെ പേപ്പർ ആവശ്യമുണ്ട്, ഈ ഒരു ഫുൾ സെറ്റ് ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പേപ്പേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് അവർ നമുക്ക് നോട്ട് ചെയ്ത് തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പേപ്പറും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഡീലെ വരുത്താതെ നമുക്ക് നടത്താൻ കഴിയും. പിന്നെ എല്ലാ പേപ്പേഴ്സും നോക്കി കഴിഞ്ഞിട്ട് ഡീല് നടക്കാതിരിക്കുക എന്ന സംഭവം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ.